ഹലോ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് ഒരു വീഡിയോ ആണ്. ഇത് തിരുവോണത്തിൻ്റെ തലേദിവസമാണ്. ഞാൻ രാത്രി അലാമൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞത് ആ മോർണിംഗിലായി ഞാൻ എണീറ്റ് വന്ന ഉടനെ ചെയ്യുന്നത് ഇപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാൻ ബാത്റൂമിലൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ കഴുകി വന്ന് സെറ്റായി താഴെ കിച്ചണിൽ പോയപ്പോൾ തന്നെ അമ്മ അവിടെ കുക്കിംഗ് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തിരുവോണ സദ്യ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് അത് ഇഷ്ടുക്കറിക്കുള്ളതാണ് കേട്ടോ. പിന്നെ അതപ്പുറത്ത് പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റേതായ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നത്. എനിക്ക് പിന്നെ അത്രയ്ക്ക് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ തലേദിവസം തന്നെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ തേങ്ങ ചെറിയൽ അങ്ങനെയൊക്കെ. ഇതിപ്പോൾ കാളനുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ കാളൻ ഞാൻ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ അതേ കാളനൊക്കെ റെഡി വന്നു. പിന്നെ താഴത്തെ പണികളും പരിപാടികളൊക്കെ കഴിഞ്ഞ് മുകളിൽ വന്ന് കുളിച്ചു. ഇനിയിപ്പോൾ ഒന്ന് റെഡി ആവണം. സാധാരണ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിനായിട്ട് മുന്നേ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് റെഡി ആവാറ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അത് ഫോട്ടോസ് കുറച്ച് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തവണ അതിന് വേണ്ടി ഒരു ഔട്ട്ഫിറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് ഓണത്തിന് മുന്നേ ചെയ്യേണ്ടതാണ്. പക്ഷേ അപ്പോഴൊന്നും പല കാരണങ്ങളെ തടസ്സം കിട്ടിയില്ല. അപ്പോൾ ശരി എന്നാൽ ഓണത്തിൻ്റെ അന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേക്കപ്പ് ചെയ്യാണ്. ഭയങ്കര വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു തിളക്കം കാരണം അങ്ങനെ തോന്നുന്നതാണ്. ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു ട്രഡീഷണൽ സാധാരണ നമ്മുടെ ഈ സെറ്റ് സാരിയുടെ മെറ്റീരിയലിൽ വരുന്ന സ്കേർട്ടും പിന്നെ എന്താ ഈ അജ്രക് പ്രിൻ്റ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ട്. ഈ ഒരു ഔട്ട്ഫിറ്റിൽ കാണുമ്പോൾ എല്ലാവരും ഈ ഔട്ട്ഫിറ്റ് തന്നെയാണ്. നമ്മുടെ മീഷോയുടെ പ്രൊഡക്റ്റ് പോലെ തോന്നും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി ആദ്യം ഞാൻ ഇങ്ങനെ പിന്നി കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത്ര രസമില്ലാന്ന് തോന്നി. അപ്പോൾ മുടി അങ്ങനെ അഴിച്ചിട്ട് അപ്പോൾ അതിനുശേഷം പുറത്ത് പോയിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് സൈഡിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ്. കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചതിനായിട്ട് നന്നായിട്ട് എനിക്ക് കിട്ടി. വലിയ കുഴപ്പമില്ല. ഇത് മുടി അയച്ചിട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി രസം തോന്നി. കാരണം മുടി പിന്നീട്ടപ്പോൾ ഒട്ടുമില്ല. ഇപ്പോൾ ഡെങ്കു വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ട്. മുടി ശരിക്കും പകുതിയായി എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് ഫോട്ടോ ഷൂട്ടാണ്. അപ്പോൾ അത് ഞങ്ങളുടെ പാപ്പൻ്റെ മോനുണ്ട്, അവനാണ് എടുത്തു തരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കുന്ന സമയം ചിലയിടത്തൊക്കെ രാവിലെ തന്നെ ഈ ഭക്ഷണം കഴിക്കും. ഒരു 10-10:30 ആകുമ്പോൾ തന്നെ അവരുടെ സദ്യ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും. അത് പോണായിക്കോട്ടെ വിഷയമായിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ പക്ഷെ എന്തായാലും ഏകദേശം ഒരു ഉച്ച നേരത്തേക്ക് തന്നെ കഴിക്കുള്ളൂ. രാവിലെ അപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് കഴിക്കൊന്നുമില്ല. എന്തെങ്കിലും ലൈറ്റായിട്ട് ഈ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ സദ്യ നല്ല അടിപൊളിയായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും 1 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ നിലത്തൊക്കെ ഇരുന്ന് അത്യാവശ്യം കറികളൊക്കെ ഇട്ട് അങ്ങനെ ഭയങ്കര കുറേ തരം അങ്ങനെ 10-12 തരം അങ്ങനെയൊന്നുമില്ല. കുറച്ച് ആവശ്യത്തിന് ഒരു 4-5 കൂട്ടം കറികൾ മാത്രം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കൂട്ടി കഴിച്ചതാ. ലാസ്റ്റ് പപ്പടം പായസം പഴം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. അത് കഴിഞ്ഞതാ സദ്യ കഴിഞ്ഞ് പിന്നെ എന്താ ഉച്ചമയക്കം കുറച്ച് നേരം വന്ന് കിടന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ കുറച്ച് പിള്ളേരൊക്കെ ചേർന്ന് ഞങ്ങളുടെ പാപ്പൻ്റെ പിള്ളേരൊക്കെ ഉണ്ട്. അവരെല്ലാവരും ചേർന്നിട്ട് ഇത്തവണ ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് കുമ്മാട്ടി ഇറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീമൊക്കെ ഫോം ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ഒരു വീട്ടിലാണ് അവർ റെഡി ആവുന്നതൊക്കെ. ഇതാ വരുന്നത് കണ്ട കാലപുരിയിലെ കാലനാണ്. അപ്പോൾ പിള്ളേർ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാലൊക്കെ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം ഉത്രാടത്തിൻ്റെ അന്നൊക്കെ ഇതുപോലത്തെ കുമ്മാട്ടികളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തിരുവോണത്തിൻ്റെ അന്നാണ്. അപ്പോൾ ശരിക്കും ആ ഭാഗത്തുള്ള എല്ലാ ആൾക്കാർക്കും ഇത് നല്ല ഇഷ്ടപ്പെട്ടു സംഭവം ഇങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ പരിപാടിയൊക്കെ കുറച്ച് നേരം കണ്ടു. പിന്നെ അതങ്ങനെ പോയി നൈറ്റാണ് തിരിച്ച് വരിക. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് വേണ്ടി റെഡിയായി എൻ്റെ വീട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീണ്ടും എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ എടുത്തിട്ടു. രാവിലെ തൊട്ട് നമുക്ക് ഇങ്ങനെ തിരക്കൊക്കെ ആയ കാരണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും വോയിസ് ഓവർ ആവും കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഫൈനലായിട്ട് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയാവും, ഞാൻ വിചാരിച്ച പോലെ വരുമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് ഞാൻ ശരിക്കും സാരിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത്
അജ്രക് പ്രിൻ്റ് ആണല്ലോ ഇപ്പോൾ, ഇത് ഭയങ്കര ട്രെൻഡല്ല, എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ സാരി ബ്ലൗസായിട്ട് സ്റ്റൈൽ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ സാരി ബ്ലൗസ് തന്നെ നമ്മൾ ക്രോപ്പ് ടോപ്പായിട്ടും സ്റ്റൈൽ ചെയ്യും. പക്ഷേ എനിക്ക് ലെങ്ത്ത് കുറച്ച് കൂടി കുറഞ്ഞു പോയി എന്ന് തോന്നിയിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു സ്റ്റൈൽ ചെയ്ത് വന്നപ്പോൾ. ഞാൻ ആദ്യം സാരി ഉടുക്കാമെന്നായിരുന്നു പ്ലാൻ, പിന്നെ തോന്നി സാരി എല്ലാവരും ഉടുക്കണതല്ലേ, അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആവുള്ളൂ. അപ്പോൾ പിന്നെ സ്കേർട്ട് എൻ്റെ കയ്യിൽ പിന്നെ മുന്നേ ഉണ്ടായിരുന്ന സ്കേർട്ട് തന്നെയാണ്, പിന്നെ മാരേജിൻ്റെ സമയത്ത് എടുത്തതല്ല, എൻ്റെ ഒരു ഇത് എന്താ സെറ്റ് സാരി വെട്ടി, ടിഷ്യൂൻ്റെ സെറ്റ് സാരി ഉണ്ടായിരുന്നു, അത് വെട്ടി സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ എന്താ രാവിലത്തെ വേറെ സ്റ്റൈൽ. ഇപ്പോൾ ഞാൻ വീഡിയോ ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂവാണ്, അപ്പോൾ മുടിക്ക് ഞാൻ കെട്ടി വെച്ച് ജസ്റ്റ് പൂവൊന്ന് നിശ്ചയിച്ച് അപ്പോൾ ഇതാ നമ്മുടെ പരിപാടി രാത്രിയുമ്പോഴത്തേക്കും അവസാനിക്കാറായി. ഇതൊരു സമാപനത്തിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ലൈറ്റ്സൊക്കെ ഇട്ട് എന്തായാലും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് കണ്ടുള്ളൂ, പിന്നെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകാനപ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീടിൻ്റെ അവിടെയും പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. അവിടെ സെൻറ്റർ കമ്മിറ്റി അല്ലെങ്കിൽ സെൻറ്റർ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് പരിപാടി നടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാരെല്ലാവരും ചേർന്നിട്ട്, നാട്ടിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തുള്ള ഒരു റെസിഡൻസ് അസോസിയേഷനത്തെ ആൾക്കാരെല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ നടത്തുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ട്, ഇത് 3ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ പുറത്തുനിന്ന് നാടൻ പാട്ടിൻ്റെ ഇങ്ങനെ ട്രൂപ്പ് കൊണ്ടുവന്നിട്ട് അതുണ്ടാവും. പിന്നെ കുട്ടികളുടെയും നാട്ടിലത്തെ മറ്റെല്ലാ ചേച്ചിമാരുടെയൊക്കെ കലാപരിപാടികൾ, തിരുവാതിരക്കളിയും വട്ടക്കളിയും, പിന്നെ ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റേ കുട്ടി മത്സരങ്ങൾ, വടംവലി, ഉറിയടി, അതൊക്കെ പകൽ സമയത്ത് ഉണ്ടാവും. ഭക്ഷണമൊക്കെ ആയിട്ട് ഗംഭീര പരിപാടിയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉള്ളവർക്കെല്ലാം ഇതൊരു ഭയങ്കര ആഘോഷമാണ്. അന്നത്തെ ദിവസം ഒരാളും വീട്ടിലുണ്ടാവില്ല, രാവിലെ തൊട്ടേ ഈ പരിപാടിയുടെ അവിടെ. അപ്പോൾ അത് എൻ്റെ അമ്മയൊക്കെ ഉണ്ട് ഇതിൽ, ഭയങ്കര കളിയാണ്. നാടൻപാട്ടിൻ്റെ സമയത്ത് പിന്നെ എല്ലാവരും ഇറങ്ങും, ആരും കണ്ടിരിക്കില്ല, പിന്നെ എല്ലാവരും ഇറങ്ങി കളിക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛനാണത് ജോക്കറിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് ഇത്തവണ എല്ലാവരും സർപ്രൈസ്ഡാക്കി. അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാനും കളിക്കാനും. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു ഓണാഘോഷം. എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.